प्यारे बच्चों, नमस्कार। पिछली कक्षा में हम क्या क्या पढ़े थे, एक बार और देखें। पाठ का नाम क्या है? बेटी के नाम। तो पत्र किसने लिखा? बहादुर शाह जफर। किसको लिखा? अपनी बेटी को। क्या अच्छी तरह पढ़ा था? वाचन किया था? हम कहाँ तक पढ़े थे? वे तो बिना आई मौत मर गए, कितनों के बाप, कितनों के बेटे, कितनों के भाई फांसियों पर चढ़ गए, कितने बच्चे यतीम हो गए, कितनी औरतें बेवा हो गई. അത്രയുമാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഒന്ന് നോക്കിയത്, लड़ाई में दिल्ली वालों को क्या क्या नुकसान हुआ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അതിനകത്തൊന്ന് ചോദിക്കരുതോ? क्या क्या सहनी पड़ी, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. നോക്കി അതിന് നമ്മൾ എന്താ ആൻസർ എഴുതാം? अनेकों के बाप, अनेकों के बेटे, अनेकों के भाई फांसियों पर चढ़ गए, अनेक बच्चे यतीम हो गए, अनेक औरतें बेवा हो गई और उनकी घर की हालत क्या था? देखें, घर लूट गए नहीं बल्कि खोद डाले गए और उन पर हल चलवा दिए गए. അവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ? അപ്പോഴതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം നിങ്ങൾ എഴുതി കാണുമായിരിക്കുമല്ലോ. क्या हम आगे पढ़ेंगे? देखिए, नए शब्द, पृष्ठ संख्या 20. हम तो हल चलाना तक पढ़े थे. बाकी देखें, तबाही, नाश, नष्ट भ्रष्ट होना, बर्बादी, उसका भी अर्थ नाश ही है, नष्ट भ्रष्ट होना. काला पानी, देश निकाले जाने का दंड, ഒരു സ്ഥലത്ത് നിന്ന് നാട് കടത്തുക, ദേശ് നികാലെ കാ ദണ്ഡ്. കോസ്, ലഘുഭഗ് 2 മീൽ की दूरी का नाम, ഏതാണ്ട് 2 മൈൽ അളവാണ് കോസ് എന്ന് പറയുന്നത്. ജുദാ ഹോന, എന്താണ് ജുദാ ഹോന? അലഗ് ഹോന. ആസ്, ആശ, ആസ് ആശ. അത്രയും വേർഡ് മീനിങ് ഒന്ന് നോക്കിയേ, അത്രയും വേർഡ് മീനിങ് ഒന്ന് വായിച്ചേ. അത് പഠിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം. നോക്കിയത് വായിച്ചോ? മുന്നോട്ട് പോകാം. मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियाँ शहर वालों पर पड़ी होगी. अब हंसे या रोए कोई फायदा नहीं, हम सब काले पानी में हैं. अपने वतन दिल्ली से, अपने वतन दिल्ली से सैकड़ों कोस दूर, घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं. അപ്പം അത്രയും നോക്കിയാൽ നിങ്ങൾ വായിച്ചേ. ദില്ലി മേ ജബ് മേരാ മുക്തമ ചൽ രഹാ ഥാ. മുക്തമ എന്താ? കോടതിയിൽ നടക്കുന്ന കേസാണ്, അല്ലേ? കോർട്ടുമേ ഹോനെ വാലെ കേസ്, കോടതിയിൽ നടക്കുന്ന കേസ്. അപ്പോൾ അദ്ദേഹത്തിനെ തടവിൽ പിടിച്ച് കേസ് വിസ്താരമൊക്കെ നടത്തിയാണല്ലോ നാട് കടത്തുന്നത്, അല്ലേ? അപ്പോൾ ആ കേസ് നടക്കുന്ന സമയം दिल्ली में जब मेरा मुकदमा चल रहा था, उसी जमाने में तबाही और बर्बादी के किस्से सुने थे. അപ്പോൾ തന്നെ അത് പിന്നെ ബാദ്ഷാഹ് കേൾക്കുന്നുണ്ട്. ദില്ലി നഗരം മുഴുവനും
കൊള്ളയടിക്കുന്നു, ദില്ലിവാസികളെല്ലാം ഭയന്നോടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ ബാദഷാഹ് കേൾക്കുന്നുണ്ട്. കിസ്സ എന്താണ്? കഹാനി എന്നുള്ള മീനിങ് ആണ്. ഇവിടെ വർത്തമാനം, ആ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ള മീനിങ് ആണ്. കിസ്സെ സുനെ थे मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियां शहर वालों पर पड़ी होंगी. ഞാനിങ്ങ് പോന്നു അല്ലേ, എന്നെ ഇവിടെ റംഗൂണിലെ തടവറയെ കൊണ്ടുവന്നിട്ടു. ഇപ്പോഴ് ദില്ലി ആരുടെ കസ്റ്റഡിയിലാണ്? ദില്ലി ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കസ്റ്റഡിയിലാണ്. അവരുടെ ഷാഹാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക, അവിടെ എന്തൊക്കെ ക്രൂരതകളായിരിക്കും ആ ജനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുക. ഇതൊക്കെ എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ അല്ലേ. ചിന്തിക്കുമ്പോൾ പോലും ബാദഷാഹിന് അങ്ങേയറ്റം ദുഃഖമാണ് ഉണ്ടാകുന്നത്. നോക്കിയത്, मेरे यहाँ आ जाने के बाद पता नहीं क्या क्या परेशानियां शहर वालों पर पड़ी होगी. അറിയില്ല, പതാനഹിയും അറിയില്ല, ക്യാ ക്യാ പരേശാനിയം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാവാം ഷഹർ വാലോം പർ പടി ഹോഗി ആ നഗരവാസികൾക്ക്, ദില്ലി നിവാസികൾക്ക് എന്തെല്ലാം ക്രൂരതകളാണ് ഇരിക്കാം ഈ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. കാരണം അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാദഷാഹിനോടൊപ്പം ചേർന്നിട്ട് അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത് അല്ലേ. ആ ഒരു ലഹള അടിച്ചമർത്തപ്പെടുകയും ലഡായിക്ക് അവസാനം എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? ബാദഷാഹിനെ അവരെ യുദ്ധത്തടവുകാരനായിട്ട് പിടിച്ച് കോടതി കേസ് വിസ്താരമൊക്കെ നടന്ന് അവസാനം റംഗൂണിലേക്ക് നാട് കടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ റംഗൂണിൽ ഇരുന്നു കൊണ്ട് ബാദഷാഹ് തൻ്റെ ജനതയെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന വാക്കുകളാണ്, ആ വേദനയുടെ വാക്കുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियां शहर वालों पर पड़ी होगी. अब हंसे या रोए कोई फायदा नहीं. यहाँ बादशाह की निर्बलता या उनके मन में अब यही चिंता है, अब मुझसे कुछ नहीं होगा, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ദില്ലി ജനതയെ ഇനി രക്ഷിക്കാൻ ഇനി എന്നെ കൊണ്ടാവില്ല എന്ന ആ ബാദഷാഹിൻ്റെ ചിന്തയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അബുഹാസെ യാരോയെ കൊയി ഫായദാനഹി. ഇനിയിപ്പോൾ ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ല. കൊയി ഫായദാനഹി, ഫായദ പ്രയോജൻ. ഹം സബ് കാലേ പാനി മെഹെ. കാലേ പാനി എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ദേശ് നികാൽനേക്ക ദൽ, ഒരു ദേശത്ത് നിന്ന് നാട് കടത്തുന്നതിനാണ് കാലേപാനി എന്ന് പറയുക. ദേശ് നികാലേക്ക ദൽ. ഹം സബ് കാലേപാനി में हैं. अपने वतन दिल्ली से सैकड़ों कोस दूर. തൻ്റെ സ്വന്തം ദേശമായ ഡൽഹിയിൽ നിന്ന്, അപ്പനെ വതൻ ദില്ലി സെ സൈക്കഡോ കോസ് ദൂർ, അപ്പോഴേ തൻ്റെ സ്വദേശമായ ഡൽഹിയിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ദൂരത്ത് ഖർസെ ജുദ, വീട്ടിൽ നിന്നകന്ന്, ഔർ ഐസെ ജുദാക്കി, ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എവിടോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലെത്താം എന്നൊരു ചിന്തയുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ അത് സാധിക്കുമോ? ഇല്ല. ഇവിടെ തടവുകാരനായിട്ട് നാട് കടത്തപ്പെട്ട് കഴിയുന്ന ബാദഷാഹിന് തിരിച്ച് തൻ്റെ നാട്ടിലെത്താമെന്നും തൻ്റെ ജനതയെ വീണ്ടും സംരക്ഷിക്കാമെന്നും ഒന്നുമുള്ള ചിന്ത അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസമൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇല്ല. അപ്പനെ വതൻ ദില്ലീസെ, തൻ്റെ ദേശമായ ദില്ലിയിൽ നിന്ന്, സൈക്കിളവും കോസ് ദൂർ, ഖർസെ ജുദ, വീട്ടിൽ നിന്ന് അകന്ന്, ഓർ ഐസെ ജുദ, ഇങ്ങനെ അകന്ന്. എങ്ങനെ? അബ് ജീത്തെ ജി കിസി സെ മിൽനെ കി ആസ് തക്ക് നഹി ഹെ. ആസ് എന്താണ്? ആശ. ജീവനോടെ ഇരിക്കുമ്പോൾ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഡൽഹിയിൽ തിരിച്ചു ചെല്ലാമെന്നോ തൻ്റെ വീട്ടുകാരെയോ പരിവാർ വാലയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഡൽഹി നിവാസികളെയോ തൻ്റെ പ്രജകളെയോ തന്നെ സ്നേഹിച്ച പ്രജകളെയോ തൻ്റെ വീട്ടുകാരെയോ ആരെയെങ്കിലും തിരികെ കണ്ട് അവർക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നോ ഒന്നുമുള്ള ചിന്ത ആരുടെ മനസ്സിലില്ല? ബാദ്ഷാഹിൻ്റെ മനസ്സിൽ ഇല്ല.
घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है। मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और जब ने तुम्हारी बारात की अगवानी के सेहरे लिखे थे। जब पत्र पढ़ा, तुमने जो पत्र भेजा था, उसे पढ़ने पर मुझे बहुत सारी यादें आई। मुख्यतः मेरे मन में तुम्हारी शादी, वो मंगल दिन याद आया। और उस मंगल दिन में, उस मांगलिक दिन में तुम्हारी बारात की अगवानी के सेहरे कौन लिखे थे? गालिब और शौकत, वे दोनों उर्दू और फारसी से विख्यात शायर थे। शायर कौन है? कवि। वे दोनों गालिब और शौकत दोनों कौन थे? उर्दू और फारसी से, फारसी के विख्यात शायर थे। शायर का अर्थ क्या है? कवि। और शायरी क्या है? कविता। और वे बारात की अगवानी के सेहरे लिखे थे। वे बारात की अगवानी, मांगलिक गीत है, मांगलिक गीत के सेहरे कौन लिखे थे? यहाँ गालिब और शौकत तुम्हारी शादी के मांगलिक गीत, शादी के अवसर पर बारात की अगवानी के सेഖരെ लिखे थे. അത്ര നിങ്ങൾ നോക്കുകയും അപ്പോഴെന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത് വായിച്ചേ. अब हंसे यारोए कोई फायदा नहीं, यहाँ बादशाह के मन में जो निराशा का भाव है वो व्यक्त है. हम सब काले पानी हैं. अपने वतन दिल्ली से സൈക്കഡോ കോസ് ദൂർ എന്ന് മാത്രമല്ല, പിന്നെ അദ്ദേഹം എവിടെയാണ്, പിന്നെ ഡൽഹി, അവരുടെ ദേശമായ ഡൽഹിയിൽ നിന്ന്, വതൻ എന്താണ്? ദേശ്, വതൻ ദേശ്, വതൻ ദില്ലി സേ, തൻ്റെ ദേശമായ ഡൽഹിയിൽ നിന്ന്, സൈക്കഡോ കോസ് ദൂർ, ഘർ സേ ജുദാ ഓർ ഐസേ ജുദാ की अब जीते जी किसी से मिलने की आस तक नहीं. बादशाह कहते हैं, जब तुम्हारा खत पढ़ा तब मुझे तुम्हारी शादी याद आई. जब तुम्हारी शादी हुई थी तब तुम्हारी बारात की अगवानी, प्रमुख शायर, शायर का अर्थ क्या है? कवि, प्रमुख कवि, उर्दू फारसी के प्रमुख कवि कौन कौन? गालिब और शौकत. उर्दू और फारसी के प्रमुख कवि गालिब और शौकत तुम्हारी बारात की अगवानी के सेहरे लिखे थे. इतना ठाट बाट के साथ तुम्हारी शादी हुई थी, कितनी शान के साथ तुम्हारी शादी हुई थी. लेकिन अब हमारी अवस्था वो कितना दुख और दर्द से भरा हुआ है. ये सारी दर्द भरी यादें उनके मन में आता है. आगे पढ़ें. अब यहाँ न वो लाल किला है और न पहरेदार, बस लकड़ी का एक पुराना सा मकान जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. अब यहाँ न वो लाल किला है. लाल किला तो दिल्ली का दिल है. लाल किला तो दिल्ली का दिल है. प्रमुख मुगल बादशाह शाहजहां ने यह बनवाया था. लाल किला किसने बनवाया? शाहजहां ने लाल किला बनवाया था. लाल पत्थरों का सुंदर सा किला. अब यहाँ लाल किला है. अब हमारे बादशाह कहाँ कैद में हैं? रंगून में कैद में हैं. बादशाह कहते हैं, अब मैं तो बादशाह नहीं, इतना ही नहीं, मैं दिल्ली में नहीं, लाल किला भी यहाँ नहीं,
और मेरे लिए कोई पहरेदार भी नहीं. पहरेदार कौन है? पहरेदार कावलकारन. और न पहरेदार, बस लकड़ी का एक पुराना सा ഭീഗി हुई മക്കാൻ. ഒരു ഇടിഞ്ഞു വീഴാറായ ഒരു തടി കെട്ടിടത്തിലാണ് അദ്ദേഹത്തെ ആ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. एक पुराना सा मकान जो बरसात में टपकता है. അപ്പോൾ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ അത് മറിഞ്ഞ് താഴേക്ക് ഇരിക്കും. ബർസാത്ത് മേ ടപക്താ ഹേ. और जिसमें 2-4 कमरों के सिवाय ज्यादा गुंजाइश नहीं. ബാദ്ഷാഹിൻ്റെ കൊട്ടാരം ഇവിടെ അദ്ദേഹം തടവറയിൽ കഴിയുന്ന ഈ കൊച്ചു ഇടിഞ്ഞു വീഴാറായ വീട് ഇവിടെ. ആ ഒരു കമ്പാരിസണാണ് നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ വിഷമ ദർദ് പരിപാണിയാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാദ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के सेहरे लिखे थे. बेटी की बारात की अगवानी के सेहरे कौन कौन लिखे थे? गालिब और जौक. वे कौन थे? वे उर्दू और फारसी के प्रमुख शायर थे. शायर कौन है? कवि. शायरी कविता. जब अब यहाँ न लाल किला है. लाल किला तो दिल्ली का दिल है. അല്ലേ, ദില്ലിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ലാൽ കില തന്നെയാണ്. ദില്ലിയുടെ ഏറ്റവും വലിയ മനോഹാരിതയാണ് ലാൽ കില. പ്രത്യേകിച്ച് ഷാജഹാൻ്റെ ആ മുഗൾ എംപറർമാരുടെ ആ ഒരു കാലഘട്ടത്തിൽ ലാൽ കില അവരുടെ ആസ്ഥാനം കൂടിയായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അബ് യഹാം ന ലാൽ കില ഹേ ഔർ ന പഹരേദാർ. ആ കോട്ടയുമില്ല, പിന്നെ എനിക്ക് ചുറ്റും കാവൽക്കാരുമില്ല. ബാദ്ഷാഹാണല്ലേ, ബാദ്ഷാഹിന് ചുറ്റും എപ്പോഴും ആരുണ്ടാവും? അദ്ദേഹത്തിന് കാവൽക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ ആരില്ല, തനിക്ക് കാവൽക്കാരോ തന്നെ സംരക്ഷിക്കാൻ ലാൽ കിലായോ ഒന്നും തന്നെ ഇവിടെയില്ല. ഇവിടെ ഞാൻ എവിടെയാണ് കഴിയുന്നത്? ബസ് ലക്കടി കാ ഏക് പുരാന സാ മകാൻ. വെറും തടി കൊണ്ട് വീഴാറായ ഒരു പഴയ കെട്ടിടം. ജോ ബർസാത്ത് മേ ടപക്താ ഹേ. ബർസാത്ത് എന്താണ്? മഴ, വർഷ. और जिसमें 2-4 कमरों के सिवाय ज्यादा गुंजाइश नहीं. ഗുഞ്ചായിഷ് എന്താണ്? സംഭാവന, സാധ്യത. ഗുഞ്ചായിഷ് എന്താ? സംഭാവന, സാധ്യത. അപ്പോഴൊരു അവിടെ മുഴുവൻ ഒന്ന് ഓടി നടന്ന് കാണാനോ ഒന്നും ആർക്കും അനുവാദമില്ല. നമ്മുടെ ബാദ്ഷാഹിന് അനുവാദമില്ല. ബാദ്ഷാഹ് തടവറയിൽ കഴിയുന്ന വ്യക്തിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ എന്തൊക്കെയുണ്ടെന്നോ അവിടുത്തെ സജ്ജീകരണങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരു 2-3 മുറികൾ അതിൽ കൂടുതൽ കാണാനുള്ള സാധ്യത അവിടെ ഇല്ല. അത്രയും ഒന്ന് നിങ്ങളൊന്ന് വായിച്ചേ. क्या अगले अनुच्छेद की ओर जाएंगे. एक दफा की बात है, ईद थी. उस मौके पर चंद मुसलमान मेरे लिए कुछ तोहफे लेकर आए. मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. उसके एवज में मैंने मलिका का एक हार उनको दे दिया. दूसरे दिन हुक्म आया कि इन मुगलों के पास जवाहरात बहुत ज्यादा है. इन कैदियों को दिया जाने वाला खर्चा इनकी ज़रूरत से ज़्यादा है. फिर वही हुआ जिसका डर था. हमारा खर्चा आधा कर दिया. ഓക്കെ, ദഫ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ് അല്ലേ. ഏക്കുബാർ. മൗക്ക, മൗക്ക അവസർ അല്ലേ. മൗക്ക അവസർ. അപ്പോഴേ മുസൽമാനോं का त्योहार है ईद. उस समय वे आपस में उपहार बांटते हैं, उपहार देते हैं. बादशाह को मुसलमान लोग उपहार लाकर देते हैं. इस प्रकार देखिए, उसके पहले हम शब्दार्थ की ओर जाएंगे. गुंजाइश, संभावना, पॉसिबिलिटी. चंद, कुछ. तोहफे, इनाम, സമ്മാനം. എവസ് में, ബദലെ में, അതിന് പകരമായിട്ട്. ജവാഹരാത്ത്, രത്നസമൂഹ.
അപ്പോൾ അത്രയുമാണ് ആ ഒരു പാരഗ്രാഫിലുള്ളത് അല്ലേ. അത്രയൊന്ന് വായിച്ചു നിങ്ങൾ നോക്കി. ഗുഞ്ചായിഷ് സംഭാവന, സാധ്യത, പോസിബിലിറ്റി. ചന്ദ് കുച്ച് കുറച്ച്, കുറച്ച് പേരല്ലേ. തോഫെ ഇനാം, ഉപഹാർ. എവസ് മേ ബദലെ മേ, ജവാഹര രത്നസമൂഹ, കാബിൽ യോഗ്യ. അപ്പോൾ അത്രയും വേഗം എനിക്ക് പഠിക്കാം. വീണ്ടും നമുക്ക് ആ വരികളിലേക്ക് വരാം. ഏക് ദഫാ കി ബാത് ഹെ, ഒരു പ്രാവശ്യം നടന്ന കാര്യമാണ്. ഏക് ബാർ കി ബാത് ഹെ. ഈദ് കാ त्योहार था, ईद थी। उस मौके पर, ईद के अवसर पर, कुछ मुसलमान, चंद मुसलमान, कुछ मुसलमान बादशाह के लिए, मेरे लिए कुछ तोहफे, कुछ उपहार, कुछ तोहफे लेकर आए। मैंने उनसे कहा मैं अब बादशाह नहीं है, मुझे तोहफे देने की कोई आवश्यकता नहीं है। इतना ही नहीं, यदि तुम मुझे तोहफे देंगे तो अंग्रेज लोग यह जान लेंगे और यह हमारे लिए खतरनाक बनेगा। ये सब कहने के बावजूद भी वे उन्हें तोहफे लेने के लिए मजबूर कर दिया। एक दफ़ा की बात है, ईद थी। ईद तो मुसलमानों का त्योहार है। उस मौके पर, उस अवसर पर, कुछ चंद का अर्थ क्या है, कुछ मुसलमान बादशाह के लिए, मेरे लिए किसके लिए, बादशाह के लिए। हम बादशाह का नाम क्या है, बहादुर शाह सफर के लिए कुछ तोहफे क्या अर्थ क्या है, उपहार लेकर आए। मैंने उनसे कहा, बादशाह ने उनसे क्या कहा, भाई ये तोहफे मैं नहीं ले सकता, मुझे नहीं चाहिए, मैं तो अब बादशाह नहीं है, मुझे ये तोहफे नहीं चाहिए, इसकी आवश्यकता भी नहीं है। ये तोहफे मैं नहीं ले सकता, इनकी എടുക്കാൻ കഴിയില്ല. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. അവർ വളരെയേറെ നിർബന്ധിച്ചപ്പോൾ കുറച്ച് അതിൽ നിന്ന് കൊണ്ടുവന്ന് അതിൽ നിന്ന് 1-2 സാധനങ്ങൾ എടുത്ത് വെച്ചു. അപ്പോഴത്രയൊന്ന് വായിക്കാം. എന്നിട്ട് നിങ്ങൾ ആ വേർഡ് മീനിങ് അത്രയും പഠിക്കണം. ഇത്രയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മെയിൻ പാർട്ട് പറഞ്ഞിട്ട് തുടരാം.